ഒഡീസ നയഗർ സിറ്റിയിലാണ് ശർമിസ്ത റൗത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നത്. അവർ ഒരു ന്യൂസ് പോർട്ടലും കാര്യങ്ങളൊക്കെ നടത്തി വരികയായിരുന്നു. ഈ ശർമിസ്ത്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പണത്തിനേക്കാൾ കൂടുതൽ അധികാരത്തിനോടായിരുന്നു കമ്പം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറായിരുന്നു. അതിനായിട്ട് അവർ കണ്ടെത്തിയ എളുപ്പവഴി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ പൊളിറ്റീഷ്യൻസ്, അതുപോലെ തന്നെയുള്ള വലിയ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അങ്ങനെയുള്ള ആളുകളുമായിട്ട് അടുത്തിടപഴകുക എന്നുള്ളൊരു കാര്യമായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായി അടുത്തിടപഴകി അവരുമായി കിടക്ക പങ്കിടാനും തുടങ്ങി. ഇത് മാത്രമല്ല, അതുപോലുള്ള വലിയ വലിയ ആളുകൾക്ക് ആവശ്യമുള്ളതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു പണിയും കൂടെ ഇവർ തുടങ്ങുകയാണ്. അതായത് സീരിയൽ ആക്ട്രസുകൾ, അതുപോലെ തന്നെയുള്ള ചെറിയ പെൺകുട്ടികൾ, അതുപോലെയുള്ള ഒരുപാടധികം സ്ത്രീകളെ ഇതുപോലെ വലിയ വലിയ പൊളിറ്റീഷ്യൻസിനും അതുപോലെ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനും സപ്ലൈ ചെയ്യാനായിട്ടും ഈ ഒരു ശർമിസ്ത്ര തുടങ്ങി. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം വേണം. താനിരിക്കുന്നിടത്ത് നിന്ന് ഒരു കോള് വിളിച്ചു കഴിഞ്ഞാൽ തൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. MLA-മാർ, മന്ത്രിമാർ, വലിയ ബിസിനസ്സുകാർ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അതുപോലെ ഒരുപാടധികം ആളുകളായിരുന്നു ഇവരുടെ ക്ലയൻറ്റ്. അങ്ങനെ ശർമിസ്ത്ര പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവരുടെ കയ്യിൽ വലിയ രീതിയിൽ പവർ വരികയാണ്. ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് അവർ പല രീതിയിലും പണം ഉണ്ടാക്കുകയും ചെയ്തു. ആ ഒരു ശർമിസ്ത്രയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അങ്ങനെ ശർമിസ്തയുടെ കയ്യിൽ അധികാരം വന്നു, അതുപോലെ തന്നെ അതുപയോഗിച്ച് ഒരുപാടധികം പണം വന്നു. ആ ഒരു സമയത്ത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ് ഓപ്പൺ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഒരുപാടധികം പൊളിറ്റീഷ്യൻസ് അവരുടെ ബ്ലാക്ക് മണിയും മറ്റുമൊക്കെ വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ട്രസ്റ്റിനെ ഉപയോഗിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ശർമിസ്ത വേറെ ഒരു കാര്യം കൂടെ ചെയ്യുകയാണ്. തൻ്റെ ന്യൂസ് പോർട്ടലിലത്തെ ക്യാമറാമാൻ ആയിരുന്നു മാനസ് വൈൻ എന്ന് പറയുന്ന 28 വയസ്സുള്ള പയ്യൻ. ആ ഒരു പയ്യനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങി. എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടായിരുന്നു ശർമിസ്ത ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്. ആ ഒരു പയ്യനെ തൻ്റെ അധീനതയിലാക്കാനും അതുപോലെ തന്നെ തനിക്ക് ഏറ്റവും ലോയലായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടുമായിരുന്നു ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്. ശർമിസ്തയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കുറവ് കൊടുത്താൽ മതി, നല്ല ആത്മാർത്ഥത ഉണ്ടാവും, നമ്മളെ വിട്ട് പോകില്ല, അതുപോലെ തന്നെ സീക്രട്ട് ഒക്കെ സൂക്ഷിച്ചോളൂ എന്നുള്ളൊരു തരത്തിലായിരുന്നു. ഈ ഒരു മാനവും ഏകദേശം അതുപോലൊക്കെ തന്നെയായിരുന്നു. ശമ്പളം കുറവാണെന്നുണ്ടെങ്കിലും മുതലാളി നമ്മളുടെ കൂടെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറാമാൻ്റെ പണിയല്ലാതെ വേറെയും കുറച്ച് എക്സ്ട്രാ പണികൾ കൂടെ ആൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതായത് വലിയ വലിയ പൊളിറ്റീഷ്യൻസിനും മറ്റുമൊക്കെ ഇതേപോലെ പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് എസ്കോട്ടായിട്ട് പോകാനായിട്ട് തുടങ്ങി. പോകുന്നതും വരുന്നതിനൊക്കെ എസ്കോട്ടായിട്ട് ഇയാൾ പോകാനായിട്ട് തുടങ്ങി. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ ശർമിസ്ത ഈ ഒരാളോട് പറഞ്ഞേൽപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെൺകുട്ടികളെയും മറ്റുമൊക്കെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള വലിയ വലിയ ആളുകളുടെ ആ ഒരു ചിത്രം പകർത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇയാളോട് പറഞ്ഞത്. അതായത് അവരുടെ ആക്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുത്ത് വെക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. ശർമിസ്ത പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം വലിയ വലിയ ആളുകളുടെ ഇതേപോലെ തന്നെയുള്ള ഒരുപാടധികം ഫുട്ടേജസും മറ്റുമൊക്കെ പകർത്തുകയാണ്. അതിനുശേഷം അതൊരു മെമ്മറി കാർഡിലാക്കിയിട്ട് ഇതുപോലെ തന്നെ ശർമിസ്തക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു സമയത്ത് ഈ ഒരു മാനസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് തൻ്റെ സ്വന്തം കയ്യിലും വെക്കുകയാണ്. ഇനി ഫ്യൂച്ചറിൽ തനിക്കെന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു മാനവ് അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്. ഇത്തരത്തിലുള്ള 1-2 ആളുകളുടെ വീഡിയോ അല്ലാട്ടോ എടുത്തത്. ഏകദേശം 30-ലേറെ വലിയ വലിയ രാഷ്ട്രീയക്കാരുടെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു മാനവ് പകർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഈ മാനവിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതാവുകയാണ്. ഒരുപാടധികം പൈസ ആവശ്യം വരികയാണ്. അപ്പോൾ മാനവ് നേരെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ശർമിസ്തയുടെ അടുത്ത് പോയിട്ട് അമ്മക്ക് വയ്യ, പൈസ വേണമെന്നുള്ളൊരു കാര്യം പറഞ്ഞു. എന്നാൽ ആ ഒരു സമയത്ത് ഈ ഒരു ശർമിസ്ത ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവിനെ ആട്ടിപ്പായിക്കുകയായിരുന്നു. ആളോട് ഒരുപാടധികം ഒച്ചയെടുത്തു, ചീത്ത പറഞ്ഞു, ഓഫീസിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. അപ്പോൾ മാനവ് എത്രയൊക്കെ കെഞ്ചിക്കേണ് പറഞ്ഞിട്ടും, അതായത് എനിക്കിപ്പോൾ അമ്മയ്ക്ക് എന്താ പറയുക ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടും ഈ ഒരു ശർമിസ്ത കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രത്തോളമൊക്കെ ആയപ്പോൾ മാനവിനും ദേഷ്യം വരികയാണ്. അയാൾ ആ ഒരു സ്പോട്ടിൽ ജോലി രാജിവെക്കുകയും ചെയ്തു. എന്നാൽ ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുൻപ് മാനവ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ നിൻ്റെ അടുത്ത് അത്രത്തോളം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നിന്നത്, എന്നാൽ എനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ നീ എന്നെ സഹായിച്ചില്ല. നീ എന്താ വിചാരിച്ചിരുന്നത് നിൻ്റെ കയ്യിൽ മാത്രം ആ മെമ്മറി കാർഡ് ഉള്ളൂ എന്നുള്ളതോ? എൻ്റെ കയ്യിലും ഒരു കോപ്പി ഉണ്ട്, അത് എങ്ങോട്ടൊക്കെയാണ് എത്തിക്കേണ്ടതെന്നുള്ളത് എനിക്കറിയാം, അത് വെച്ച് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും എനിക്കറിയാമെന്നുള്ളൊരു കാര്യം പറയുകയാണ്. ഇത് കേട്ട് ശർമിസ്ത ആകെപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. അതിനുശേഷം ആൾ അവിടെ നിന്ന് പോയി. അതിനുശേഷം ഒരു ഫോണിൽ സംസാരിച്ചു.
അപ്പോൾ ഈ ഒരു മാനവ് പറഞ്ഞു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു 10 ലക്ഷം രൂപ എന്നുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു ഡീല് പറഞ്ഞുറപ്പിക്കുകയാണ്. സർമിസ്ത ആകെപ്പാടെ പെട്ട പോലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ലീക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർമിസ്തയുടെ ജീവൻ തന്നെ അപകടത്തിലാവും. കാരണം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസും മറ്റുമൊക്കെ ആയിരുന്നു ആ ഒരു ടേപ്പിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫെബ്രുവരി 7, 2022 ചെമ്പാക്കി വില്ലേജിൽ അന്നായിരുന്നു ഒരു വെഡ്ഡിങ്ങിൻ്റെ വർക്ക് കവർ ചെയ്യാനായിട്ട് മാനസ് പോയിട്ടുണ്ടായിരുന്നത്. ആളുടെ കൂടെ ഒരു അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം തന്നെ ആയിരുന്നു സർമിസ്തയ്ക്ക് ഈ ഒരു മെമ്മറി കാർഡ് കൊടുക്കാമെന്നുള്ളൊരു കാര്യം ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സർമിസ്ത പണം തരാമെന്നുള്ള കാര്യവും ഏറ്റിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വില്ലേജിൻ്റെയും അതുപോലെ തന്നെ സർമിസ്തയുടെയും സ്ഥലത്തിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഇവർ ലൊക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാധാരണ പോലെ വെഡ്ഡിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അസിസ്റ്റൻറ്റിനെയും കൂട്ടിയിട്ട് ആൾ ആ ഒരു സ്ഥലത്തോട്ട് എത്തി. അപ്പോഴത്തേനും സർമിസ്തയും എത്തിയിട്ടുണ്ടായിരുന്നു. സർമിസ്തയുടെ കൂടെ ആളുടെ ബ്രദർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആളുടെ PA ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 ഗുണ്ടകളും ഉണ്ടായിരുന്നു. മാനസ് അങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് സർമിസ്തയുടെ അടുത്തോട്ട് നടക്കുകയാണ്. സർമിസ്തയും മാനസിൻ്റെ അടുത്തോട്ട് നടന്നു വന്നു. എന്നിട്ട് മെമ്മറി കാർഡ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പൈസ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ സർമിസ്ത ബാക്കിലുള്ള ആളുകളെ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കണ്ടോ, നിനക്ക് എന്നെ അറിയുന്നതല്ലേ, ഇവർ നിന്നെ വെറുതെ വെച്ചേക്കില്ല, കൊന്നുകളയുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുകയാണ്. എന്നാൽ മാനസ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയുള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ മെമ്മറി കാർഡ് എടുത്തിട്ടില്ല. എന്തായാലും നീ പണം എടുത്തിട്ട് വായോ, പണം എടുത്തിട്ട് വരുമ്പോൾ മെമ്മറി കാർഡ് തരാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ആൾ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഇതും പറഞ്ഞുകൊണ്ട് സർമിസ്തയും അതുപോലെ തന്നെ ഈ ഒരു മാനസ് തമ്മിൽ അടിയാവുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഇടയിലോട്ട് ഈ ഒരു സർമിസ്തയുടെ ബ്രദർ വരികയാണ്. ഇയാളെ എടുത്തിട്ട് ഉപദ്രവിക്കാനും തുടങ്ങി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഇയാളുടെ, അതായത് ഈ സർമിസ്തയുടെ PAയും ബാക്കിയുള്ള ഗുണ്ടകളും വന്നിങ്ങായിട്ട് വളരെ ക്രൂരമായിട്ട് ഇയാളെ മർദ്ദിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് മെമ്മറി കാർഡ് എവിടെയെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു അത് ഞാൻ പറയത്തില്ല, എന്തായാലും എൻ്റെ കയ്യിലില്ല എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അതിനുശേഷം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാറിൽ ഇയാളെയും കയറ്റിയിട്ടിട്ട് അവിടെ നിന്ന് അവർ കാർ ഓടിച്ച് പോവുകയാണ്. ഇതൊക്കെ ആ ഒരു അസിസ്റ്റൻറ്റ് പയ്യൻ കാണുന്നുണ്ടായിരുന്നു. അത് തടയാനായിട്ട് ആ ഒരു പയ്യൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ 4-5 പേരുണ്ട്. ഈ ഒരു പയ്യൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? ആ പയ്യനെയും നല്ല രീതിയിൽ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു പയ്യൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഒരു മാനസിൻ്റെ ബ്രദറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് നടന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു. ഇതേപോലെ തന്നെ സർമിസ്തയും ഗുണ്ടകളും വന്നങ്ങായിട്ട് മാനസിനെ തട്ടിക്കൊണ്ട് പോയ കാര്യം പറഞ്ഞു. ഈ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ബ്രദർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് സർമിസ്ത തൻ്റെ ബ്രദറിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യം പറയുകയാണ്. എന്നാൽ സർമിസ്ത അത്യാവശ്യം നല്ല പിടിപാടൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ പോലീസുകാർ ആ ഒരു കേസ് വലിയ കാര്യമായിട്ട് അന്വേഷിച്ചില്ല. നൈസായിട്ട് ആ ഒരു കേസ് മുക്കുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഈ ഒരു കേസിൽ ഒരു നീക്കുപോക്കും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. എന്നാലും ഈ ഒരു വിവരം മീഡിയയിലോട്ട് ലീക്കാവുകയാണ്. അപ്പോൾ സർമിസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പോർട്ടൽ നടത്തുന്ന ഒരു സ്ത്രീ അവരുടെ വീഡിയോഗ്രാഫറിനെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ മുൻ വർക്ക് ചെയ്തിരുന്ന ഫോട്ടോഗ്രാഫറിനെ തട്ടിക്കൊണ്ടു പോയെന്നും ആളുടെ കയ്യിൽ എന്തൊക്കെയോ ഇൻഫർമേഷൻ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ചർച്ചയാവുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. മീഡിയയിലൊക്കെ വന്നിട്ടും കേസ് വീണ്ടും എഴഞ്ഞഴഞ്ഞ് തന്നെയാണ് നീങ്ങിയത്. കാരണം സർമിസ്ത നല്ല രീതിയിൽ പോലീസിന് വാരിക്കോരി പണം കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സന്തോഷ് സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ MLA ഈ ഒരു വിവരം അസംബ്ലിയിൽ അവതരിപ്പിക്കുകയാണ്. പോലീസുകാർ കൈക്കൂലി വാങ്ങിയിട്ട് ഈ കേസ് അന്വേഷിക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഒരുപാടധികം ആളുകളുടെ മുഖം മൂടി ആ ഒരു പയ്യൻ്റെ കയ്യിലുള്ള എന്തോ മെമ്മറി കാർഡ് ഉണ്ടെന്നും ആ ഒരു മെമ്മറി കാർഡ് റിലീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ആളുകളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകുമെന്നും, അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പോലീസുകാരിങ്ങനെ ലാഗ് ആക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ ഒരു കേസ് CIDക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് ആൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ ഒരു കേസ് CIDക്ക് വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലോട്ട് ഗവൺമെൻറ് എത്തുകയാണ്. അത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു പ്രഷർ വരുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. കേസ് CIDക്ക് കൈമാറിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ സർമിസ്തയെയും അതുപോലെ തന്നെ ബ്രദറിനെയും പിന്നെ അവരുടെ PAനെയും ഇവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് ഇവർ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നടന്ന സംഭവം ഇവർ പറയുകയും ചെയ്തു. ഈ ഒരു ഫെബ്രുവരി 7 ഇയാളെ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം ഇവരുടെ എന്താ പറയുക ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു മുറിയിൽ അടച്ചിടുകയാണ്. അതിനുശേഷം മെമ്മറി കാർഡ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് വളരെയധികം ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ഫുഡും വെള്ളവും ഒന്നും കൊടുത്തില്ല. അങ്ങനെ 2-3 ദിവസം വളരെ ക്രൂരമായിട്ട് ആളെ പീഡിപ്പിച്ചു. ഫുഡും വെള്ളമൊന്നും കൊടുത്തില്ല. എന്നിട്ടും ആൾ വായ തുറന്നൊന്നും പറഞ്ഞില്ല. പൈസ തന്നിട്ട് കൊണ്ടുപോയി എന്നെ വിടാനാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ 4-ാമത്തെ ദിവസം ഇതുപോലെ തന്നെ രാവിലെ
ഇയാൾ ഉപദ്രവിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ആൾ മരിച്ചു പോകുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ അതിനുശേഷം അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ താമസവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു കാട് പിടിച്ചൊരു ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാട്ടിലോട്ട് തന്നെ പോയിട്ടായിരുന്നു ഇയാളുടെ ബോഡി ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു. ബോഡി എവിടെയാണ് കുഴിച്ചിട്ടത് എന്നുള്ളത് പോലീസുകാർ കണ്ടെത്തുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു ബോഡി റിക്കവർ ചെയ്യുകയും ചെയ്തു. ഈ ഒരു കേസിൽ 8 പേരെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ ഒരു കേസിൽ പിന്നീട് മെമ്മറി കാർഡിനെ കുറിച്ചും കേട്ട് യാതൊന്നും തന്നെ പറഞ്ഞില്ല. അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നില്ലേ, എന്തായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരു റൂമർ ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡിൻ്റെ ഉള്ളിൽ ഏതൊക്കെയോ മിനിസ്റ്ററിൻ്റെ എന്തോ ഇതേപോലെ തന്നെ അശ്ലീല ചിത്രം ഉണ്ടായിരുന്നു. സോ ഈ CIDസിൻ്റെ കയ്യിൽ അവർ മെമ്മറി കാർഡ് കിട്ടി, അവരത് ഡിസ്ട്രോയ് ചെയ്തു. അങ്ങനെയുള്ള രീതിയിൽ റൂമർ വരികയാണ്. ഇതൊരു റൂമർ, അങ്ങനെ പല രീതിയിലുള്ള റൂമേഴ്സും മറ്റുമൊക്കെ വരികയാണ്. എന്തൊക്കെയാണെങ്കിലും അതോട് കൂടിയിട്ട് ആ ഒരു കേസ് അങ്ങ് സ്റ്റോപ്പ് ആവുകയാണ്. അതിൻ്റെ അപ്പുറം വലിയ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് അവിടെ നിന്ന് ആ ഒരു കേസ് അങ്ങ് സ്റ്റക്ക് ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് പിന്നീട് അങ്ങോട്ട് ആരും ആ ഒരു മെമ്മറി കാർഡിനെ കുറിച്ചിട്ടോ ആ ഒരു കേസിനെ കുറിച്ചിട്ടോ സംസാരിച്ചിട്ടില്ല എന്ന് സാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ചും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.